നമസ്കാരം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുമൊക്കെ കണ്ടവരൊക്കെ അടിച്ചു നിരത്തുന്നത് കണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഡ്രൈവർക്കോ അദ്ദേഹത്തിന്റെ ഗൺമാന്മാർക്കോ തല്ല് കിട്ടുന്നത് സംഭവിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പിണറായി വിജയന്റെ ഡ്രൈവറെ എടുത്തിട്ട് പഞ്ഞിക്കിട്ടു എന്നാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ കാർ ഓടിക്കുന്ന അനൂപിനെ പോലീസുകാർ തല്ലി പഞ്ഞിക്കിട്ടു, ചീത്ത വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പരാതി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചൂടുള്ള വാർത്ത കേട്ടപ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി. കാരണം പിണറായി വിജയന്റെ ഡ്രൈവറുടെ മേലെ കൈവെക്കാൻ മാത്രം ധൈര്യമുള്ള പോലീസുകാരോ ഈ കേരളത്തിൽ എന്ന് ആരും ചിന്തിച്ചു പോകും. അങ്ങനെയാണ് കാര്യങ്ങളെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് കഥയൊക്കെ മാറുന്നത്. സംഭവം നമ്മൾ ആദ്യം കേട്ടതുപോലെയൊന്നും അല്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായെങ്കിലും പുള്ളി ഇപ്പോഴും സർക്കാർ വണ്ടിയല്ല ഉപയോഗിക്കുന്നത്. ജനങ്ങൾക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ വണ്ടി സർക്കാരിന്റെ ഔദ്യോഗിക വാഹനം കൊടുക്കണം. പക്ഷെ അദ്ദേഹം ഉപയോഗിക്കുന്നത് AKG സെന്ററിന്റെ ഒരു വണ്ടിയാണ്. പാർട്ടി സെക്രട്ടറിമാരുടെയൊക്കെ വണ്ടി ഓടിക്കുന്ന അനൂപ് തന്നെയാണ് ശനിയാഴ്ച പിണറായിയും കൂട്ടി തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. പിണറായിക്ക് കണ്ണൂരിലേക്ക് പോകാനായിരുന്നു ഇത്. വണ്ടി കൊണ്ടുവന്ന് VIP പാർക്കിങ്ങിൽ നിർത്തി പിണറായി വിജയൻ നേരെ ട്രെയിൻ കയറാൻ അകത്തേക്കും പോയി. പിണറായി വിജയൻ പോയതിന് പിന്നാലെ പോലീസുകാർ വന്ന് ഡ്രൈവറായി തന്നെ തല്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരൊറ്റ പരാതി. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അന്തംകമ്പികളും സോഷ്യൽ മീഡിയയിലെ സൈബർ സഖാക്കളും ഒക്കെ പോലീസിനെതിരെ വലിയ ബഹളം. കാരണം ഭരണമൊക്കെ കയ്യിൽ നിന്ന് പോയതല്ലേ. ഇപ്പോൾ പ്രതിപക്ഷത്തിന് നമ്മളെ ഭരണപക്ഷത്തിനെ VD സതീശനെയൊക്കെ ഒന്ന് അടിക്കാനും ഒതുക്കാനും ഒക്കെ കിട്ടുന്നൊരു അവസരമാണല്ലോ. അത് പരമാവധി ഉപയോഗിക്കാൻ അവർ ശ്രമിച്ചു. അങ്ങനെ പോലീസിനെതിരെ വലിയ ബഹളവും വലിയ പ്രതിഷേധവും ഒക്കെ അങ്ങോട്ട് തുടങ്ങി വെച്ചു. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ച് നമ്മുടെ പോലീസുകാർ രംഗത്തെത്തി. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ വീണയ്ക്കെതിരെ ഒരു അന്വേഷണം വന്നപ്പോൾ ED എൻക്വയറി വന്ന സമയത്ത് എന്തിനാണ് ഇപ്പോൾ ഞങ്ങൾ ആ കാർ അടിച്ചു പൊളിച്ചത്, എന്തിനാണ് നമ്മൾ അത്ര അക്രമം നടത്തിയത് എന്ന് ജയിലിൽ കിടക്കുന്നവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. പോലീസ് പറയുന്നത് ഇവിടെ ഒരു VIP വരുന്നുണ്ട്, പ്രതിപക്ഷ നേതാവ് ട്രെയിൻ കയറാൻ വരും എന്നൊരു അറിയിപ്പ് പോലീസിന് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അപ്പോഴാണ് VIPകൾ വണ്ടി നിർത്തുന്നിടത്ത് ഒരു പ്രൈവറ്റ് ബോർഡ് വെച്ച് വണ്ടി കിടക്കുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വണ്ടി അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ ഈ അനൂപ് എന്ന ഡ്രൈവർ പോലീസുകാരുടെ നേരെ തട്ടിക്കയറിയായിരുന്നു. അല്ലാതെ പോലീസുകാർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് അവിടുത്തെ CCTV ദൃശ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ പോലീസുകാരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. ഇവിടെ നമ്മൾ അനുസ്മരിക്കേണ്ടത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ പഴയ ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിന്റെ ഓസ്കാർ അവാർഡ് കിട്ടുന്ന അഭിനയമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ, KSUവിന്റെ പ്രവർത്തകരൊക്കെ വളരെ ദൂരെ നിന്നുകൊണ്ട് ഒരു കറുത്ത തുണിയെടുത്ത് വീശിയപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തൊടിഞ്ഞു, പിന്നെ ICUയിലായി. അങ്ങനെ പലതും നമ്മൾ കണ്ടതാണ്. അതുപോലെ ഒരു നാടകം ഈ ഡ്രൈവർ ഒന്ന് കളിച്ചു, അത്രേ ഉള്ളൂ. കാരണം പിണറായിന്റെ ഡ്രൈവറല്ലേ, പിണറായിന്റെ ഡ്രൈവറെ തൊടാൻ ആയോ? പാവം CCTV അവിടെ ഉണ്ടെന്നോ പാവം അറിഞ്ഞില്ല. ഏതായാലും പാവം പോലീസുകാർക്ക് ഇത് AKG സെന്ററിലെ വണ്ടിയാണെന്നോ പിണറായിയുടെ ആളാണെന്നോ ഒന്നും അറിയില്ല. അവർ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക സർക്കാർ വണ്ടിയും കാത്തു നിൽക്കുകയാണ്. മൂപ്പര് വന്നതും പോയതും ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഡ്രൈവർ അനൂപ് ഒരുപക്ഷെ ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല എന്നൊരു വിചാരത്തിൽ പോലീസിനോടങ്ങ് തട്ടിക്കയറി ഒന്ന് ചൂടായി. പക്ഷെ ഒന്നുണ്ട്, നാട്ടിൽ ഭരണം മാറിയ കാര്യം പുള്ളി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പോലീസുകാർ കൊടുക്കേണ്ട രീതിയിൽ മാത്രമാണ് മറുപടി കൊടുത്തതെന്നും കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നും വിവരങ്ങൾ അറിയുന്നുണ്ട്. അയ്യോ, പിണറായി വിജയന്റെ ഡ്രൈവർക്ക് പോലും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? ഇതാണോ പുതിയ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പോലീസ് എന്നൊക്കെ ചോദിച്ചാണ് വിവരമില്ലാത്ത അണികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരയുന്നത്. ഇനിയെങ്കിലും ഈ ഡ്രൈവർ അനൂപ് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. തങ്ങളുടെ മുതലാളിയായിട്ടുള്ള പിണറായി വിജയന് മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെട്ടു. ഇപ്പോൾ പുള്ളി പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. അണികൾ പലവട്ടം പറഞ്ഞിട്ടും ആ കടിവിടാൻ മൂപ്പര് തയ്യാറായിട്ടില്ല. തോറ്റ് തൊപ്പിയിട്ട ശേഷം ഈ മുതലാളിക്ക് വെറും കീറക്കടലാസിന്റെ വിലയെ ഇപ്പോൾ സമൂഹം കൽപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ കാര്യം പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇനിയും ഇതേ അഹങ്കാരമായി പോലീസുകാരോടും നാട്ടുകാരോടും പെരുമാറാൻ ചെന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതികരണം ഇതിലും വലുതായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കി ഒതുങ്ങി ജീവിച്ച വലിയ കുഴപ്പമില്ലാതെ എല്ലാവർക്കും സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. Different angles. Don't forget to subscribe and support this channel.